ലോകമെമ്പാടുമുള്ള മ്യൂസിയം വിദഗ്ധർ സമ്മേളിച്ച ദുബൈയിലെ ഐക്കോം മ്യൂസിയം കോൺഫറൻസിൽ ഇന്ത്യൻ പ്രതിനിധിയായി മലയാളി വിദഗ്ധൻ അലിഗഡ് മുസ്ലിം സർവകലാശാലയിലെ മ്യൂസിയോളജി വിഭാഗം ഗവേഷകനും അധ്യാപകനുമായ ഡോക്ടർ അബ്ദുറഹീമാണ് മ്യൂസിയം രംഗത്തെ AI സാധ്യതകളെക്കുറിച്ച് പ്രബന്ധം അവതരിപ്പിക്കാൻ ദുബൈയിലെത്തിയത്. യുനെസ്കോയുടെ ആഭിമുഖ്യത്തിൽ 65 രാജ്യങ്ങളിൽ നിന്നുള്ള 5000-ഓളം മ്യൂസിയം വിദഗ്ധരെ പങ്കെടുപ്പിച്ചാണ് ദുബൈയിൽ ഐക്കോം കോൺഫറൻസ് സംഘടിപ്പിച്ചത്. അതിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചാണ് മലപ്പുറം കോട്ടക്കൽ സ്വദേശിയായ ഡോക്ടർ അബ്ദുറഹീം പ്രബന്ധം അവതരിപ്പിച്ചത്. മ്യൂസിയം രംഗത്തെ AI സാധ്യതകളെക്കുറിച്ചായിരുന്നു പ്രബന്ധം. മ്യൂസിയം മോഡേൺ ജനറേഷന് വേണ്ടിയിട്ട് നമ്മൾ മോഡിഫൈ ചെയ്യണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് ഒക്കെ ആയിരുന്നു ഷോക്കേസിൽ വെക്കുക. അതൊന്നും ഇപ്പോഴത്തെ ജനറേഷൻ ഇഷ്ടപ്പെടില്ല. അവർക്ക് വേണ്ടത് ഇൻറ്ററാക്റ്റീവ് ടൈപ്പ് ഓഫ് എക്സിബിഷനാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻറ്റാഞ്ചിബിൾ ആസ്പെക്ട്സ് ഉണ്ട് ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ മ്യൂസിക്. അപ്പോൾ അതും കൂടിയും കളക്ട് ചെയ്യണം. എന്നാലേ നമുക്ക് ഫ്യൂച്ചറിൽ ഇതൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ. ഇന്ത്യയിൽ 500-ലധികം ലാംഗ്വേജുകൾ ഉണ്ടായിരുന്നു. അതിൽ കുറേ ലാംഗ്വേജുകളൊക്കെ നഷ്ടപ്പെട്ടു പോയി. അതുപോലെ കുറേ മ്യൂസിക് റിച്വൽസ് അതൊക്കെ ഉണ്ട്. അതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നഷ്ടപ്പെടുന്നതിന് മുന്നേ അതൊക്കെ തന്നെ സ്റ്റോർ ചെയ്യുകയും ഡിജിറ്റൈസ് ചെയ്ത് ഫ്യൂച്ചറിന് വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കണം. അടുത്ത ദിവസം ദുബൈ ഫെസ്റ്റിവൽ സിറ്റിയിൽ AIയും തൊഴിൽ രംഗവും എന്ന വിഷയത്തിലും ഇദ്ദേഹം പ്രഭാഷണം നടത്തും. 92 മില്യൺ ജോബ് ഓൾ ഓവർ ദ വേൾഡ് പോകുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ 170 മില്യൺ പുതിയ ജോബ് ക്രിയേറ്റ് ചെയ്യുമെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ AI ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ജോലി സാധ്യത കൂടിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. മ്യൂസിയോളജി മേഖലയിൽ നിരവധി ദേശീയ അംഗീകാരങ്ങൾ കരസ്ഥമാക്കിയ ഗവേഷകനാണ് ഡോക്ടർ അബ്ദുറഹീം. മീഡിയ 1 ദുബായ്.